ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ വലതുവശത്തെ കള്ളൻ സിനിമ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മുടെ ട്രിവാൻഡ്രം ഏരിയസ് പ്ലസിലാണ് കാണാൻ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ SL സിനിമാസ് എന്നൊക്കെ ഇതിനെ പറയും. നിങ്ങൾ എത്ര പേര് ഇവിടെ സിനിമ കാണാൻ വന്നിട്ടുണ്ട്? ഇതിന്റെ ഫസ്റ്റ് സ്ക്രീന്, അതായത് ഇത്രയും വലിയ സ്ക്രീനും ഇത്രയും സീറ്റിംഗ് കപ്പാസിറ്റി ആയിട്ട് നിങ്ങൾ എത്ര പേര് ഇവിടെ സിനിമ കാണാൻ വന്നിട്ടുണ്ട്? ട്രിവാൻഡ്രത്ത് ഇതിനേക്കാളും വലിയ സ്ക്രീനും ഇത്രയും സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ളതായിട്ട് എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണേ. അപ്പോൾ സിനിമ സൈഡിലോട്ട് പോകുമ്പോൾ ഇതിന്റെ ഡയറക്ടർ വന്നിട്ട് ജിത്തു ജോസഫ് ആണ്. പടം വന്നിട്ട് ഒരു ക്രൈം ത്രില്ലർ അല്ലെങ്കിൽ ഒരു ക്രൈം ഡ്രാമ അങ്ങനത്തെ ഒരു ടൈപ്പ് പടമാണ്. സിനിമയെ പറ്റി ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു ക്ലാസ് പടം തന്നെയാണ്. കൊടുത്ത പൈസയ്ക്ക് ഒരു നഷ്ടവുമില്ല. സിനിമയിലെ മെയിൻ ക്യാരക്ടേഴ്സ് ബിജു മേനോനും ജോജു ജോറും തന്നെയാണ്. രണ്ടുപേരും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഒന്നിന് മേലൊന്ന് എന്ന രീതിയിൽ തന്നെ രണ്ടുപേരും അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമ അല്ലെങ്കിൽ റൈറ്റർ ഒന്ന് രണ്ട് മെസ്സേജ് സിനിമയിലൂടെ സമൂഹത്തിനോട് പറയുന്നുണ്ട്. അതിലൊന്ന് പേരന്റിങ്ങിനെ കുറിച്ചാണ്. ഗുഡ് പേരന്റിങ് എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഗുഡ് പേരന്റിങ് കിട്ടാത്ത കുട്ടികൾ സമൂഹത്തിൽ എങ്ങനെയാണ് വളർന്നു വരുന്നത് എന്നുള്ള ഒരു രീതിയിലൊരു കാര്യം പറയുന്നുണ്ട്. പിന്നെ രണ്ടാമത് വരുമ്പോൾ നിയമം കയ്യിലെടുത്തിട്ട് സത്യത്തിനെ വളച്ചൊടിക്കാൻ നോക്കുന്ന ആ ഒരു രീതിയിലുള്ള മെസ്സേജ് കൂടെയാണ് ഈ മെയിൻ ആയിട്ട് ഈ സിനിമയിൽ വരുന്നത്. പിന്നെ മറ്റുള്ള ക്രൈം ത്രില്ലർ പടങ്ങളെ പോലെയൊക്കെ തന്നെ ഈ സിനിമയെ നമ്മളെ പിടിച്ചിരുത്തും. അടുത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് എപ്പോഴും മനസ്സിൽ ഇങ്ങനെ ഒരു തോന്നൽ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ആ ഒരു രീതിയിൽ തന്നെയാണ് പടം ചെയ്തേക്കുന്നത്. അപ്പോൾ ഇന്റർവെൽ പഞ്ച് ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഇന്റർവെൽ തീർന്നിട്ട് അടുത്ത ആ ഒരു സിനിമ തുടങ്ങിയിരുന്നെങ്കിൽ ബാക്കിയുള്ളത് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ആവേശം, അത് എപ്പോഴും സിനിമ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയായിരുന്നു. ആദ്യം പടത്തിന്റെ ഒരു സ്റ്റോറി ലൈൻ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ പ്രഡിക്റ്റ് ചെയ്യണ ആ ഒരു രീതിയിലൊക്കെ തന്നെയാണ് സ്റ്റോറി പൊയ്ക്കൊണ്ടിരിക്കും. പക്ഷെ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പം പിന്നീട് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യണ ഒന്നും ആയിരിക്കത്തില്ല സ്റ്റോറിയിൽ പറഞ്ഞത്. പിന്നീടത്തെ സ്റ്റോറി ലൈൻ എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. നമ്മൾ വിചാരിക്കുന്ന കാര്യത്തിൽ നിന്ന് നമ്മൾ ആദ്യം ഒരു ക്ലൈമാക്സ് ഒക്കെ പ്രതീക്ഷിച്ച് വെക്കും. പക്ഷെ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് ഒക്കെയാണ് ഈ സിനിമയുടെ ലാസ്റ്റ് പറഞ്ഞത്. ലാസ്റ്റ് ക്ലൈമാക്സിൽ ആ ഒരു ഡിസിഷൻ ടേക്കിംഗ് ഒക്കെ ഒരിക്കലും അങ്ങനെ നടക്കുമോ എന്ന് പോലും അറിയത്തില്ല. പക്ഷെ അതൊക്കെ തന്നെയാണ് സിനിമയുടെ വിജയവും. മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു നല്ല സിനിമ തന്നെയാണ്. താല്പര്യമുള്ളവർ പോയി കാണുക. പിന്നെ ഈ പറഞ്ഞതെല്ലാം എൻറ്റയർലി മൈ ഒപ്പീനിയൻ ആണ്. പിന്നീട് നിങ്ങൾ സിനിമ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ് ബോക്സിൽ പറയുക. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പുതിയ സിനിമ വീഡിയോസ് ഒക്കെ തന്നെ പിന്നാലെ വരുന്നതാണ്. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.